ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിംപ്ലി PSC. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക മേഖലയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പോൾ ഇത് കറണ്ട് അഫെയർ റിലേറ്റഡും കൂടിയാണ്. നമ്മൾ അതും കൂടെ പഠിക്കുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമുക്കറിയാം, ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടത് ഇന്ത്യക്കാരല്ല. ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരി എന്ന് പറയുന്നത് യൂറി ഗഗാറിനാണ്. സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 1 എന്ന വാഹനത്തിലാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിൽ പോയത് രാകേഷ് ശർമ്മ, പിന്നെ കൽപ്പന ചൗള, സുനിത വില്യംസ് ഒക്കെയാണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാ? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ISRO ഫുൾ നെയിം കൂടെ പഠിക്കണം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇനി 1969 ഓഗസ്റ്റ് 15-നാണ് ISRO ആരംഭിക്കുന്നത്. ആസ്ഥാനം അന്തരീക്ഷ ഭവൻ, ബാംഗ്ലൂരുള്ള അന്തരീക്ഷ ഭവനാണ് ആസ്ഥാനം. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായ് തന്നെയാണ് ഫസ്റ്റത്തെ ചെയർമാൻ. നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ ആരാ? നിലവിലെ ചെയർമാൻ S. ആണ്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് 2024 സമകാലീന സംഭവങ്ങളായിട്ട് പറയുമ്പോൾ 2024 ബഹിരാകാശ ISROന്റെ വിക്ഷേപണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു 2-3 ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തേത് വരുന്നത് 2024 ആദ്യം തന്നെ വിക്ഷേപിച്ചത് എക്സ്പോസാറ്റ് എന്ന ഉപഗ്രഹമാണ്. ഇതെന്നായിരുന്നു? ജനുവരി 1 2024 വിക്ഷേപിച്ചത്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം PSLV C-58 ആണ്. വിക്ഷേപണ വാഹനം PSLV C-58. ഇത് വിക്ഷേപിച്ചിരിക്കുന്നത് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇതിൻ്റെ മറ്റൊരു പേരുണ്ട് എക്സ്റേ പൊളാരിമീറ്റർ. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേരാണ് എക്സ്റേ പൊളാരിമീറ്റർ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? എക്സ്റേ തരംഗങ്ങളെ ഉപയോഗിച്ചിട്ട് നമ്മുടെ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത്. എന്തായിരുന്നു? എക്സ്റേ തരംഗങ്ങളെ ഉപയോഗപ്പെടുത്തി തമോഗർത്തങ്ങളെ പറ്റി പഠിക്കാൻ. ഓക്കെ, പഠിക്കാം. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് നോട്ടായിട്ട് ജസ്റ്റ് ആയിട്ടൊന്ന് എഴുതിയെടുക്കുക, ഷോർട്ട് നോട്ടായിട്ടൊന്ന് എഴുതിയെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് വരുന്നത് GSAT M2 അഥവാ GSAT 20 ആണ്. രണ്ടായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം കേട്ടോ. രണ്ടുപേരും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിൽ GSAT M2 അല്ലെങ്കിൽ GSAT 20 വിക്ഷേപിച്ചിരിക്കുന്നത് നവംബർ 19, 2024 ഫാൽക്കൺ 9, എലോൺ മസ്കിന്റെ ഫാൽക്കൺ 9 എന്ന റോക്കറ്റിലാണ് അല്ലെങ്കിൽ വാഹനമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഒരു പോയിന്റിന് കൊടുക്കാം, 4700 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം വരുന്നത്. 4700 കിലോഗ്രാമാണ് ഭാരം വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു, ഇത് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഡിസംബർ 6 വിക്ഷേപിച്ചതാണ്. ഡിസംബർ 6, 2024 ഇതിന്റെ വിക്ഷേപണം നടന്നിരിക്കുന്നത്. പ്രോബ 3 എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. സൂര്യപഠനത്തിനായി, സൂര്യന്റെ പുറത്തെ വളയായിട്ടുള്ള കൊറോണയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. സൂര്യപഠനത്തിനായിട്ടാണ് ISRO, നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയും യൂറോപ്യൻ ഏജൻസിയും കൂടിയിട്ട് സംയുക്തമായിട്ട് ആണ് ഇതിന്റെ വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. ഓക്കെ, PSLV C-59 ആണ് ഇതിന്റെ വാഹനം. വിക്ഷേപണ വാഹനം PSLV C-59 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഉപഗ്രഹങ്ങളായിട്ട് വരുന്നത്. ഇനി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നമ്മൾ പഠിക്കുമ്പോൾ കറണ്ട് അഫെയറും കൂടി മിക്സ് ആയിട്ടാണ് പഠിക്കുക. അതായത് ഇതൊക്കെ ഇപ്പോഴത്തെ കറണ്ട് അഫെയർ ആണ്. അപ്പോൾ അത് 10th പ്രിലിമിനറി എക്സാമിന് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ എക്സാമിനും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.